ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടാണ്. പത്താൻകോട്ടിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിന്റെ അടിയന്തര ലാൻഡിംഗ് ഉണ്ടായി. പതിവ് പറക്കലിനിടെ അപകട സൂചനയെ തുടർന്നായിരുന്നു ലാൻഡിംഗ് നടത്തിയത്. സുനിൽ, ഈ എന്താണ് അപായ സൂചന ഉണ്ടായത്? ലാൻഡിംഗ് നടത്തി അപകടം ഒഴിവാക്കിയിരിക്കുന്നു, പക്ഷേ എയർ ഇന്ത്യയുടെ വിമാനം തന്നെയാണ്, അതാണ് ഒരു ആശങ്ക. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, എയർ ഇന്ത്യ വിമാനമല്ല, ഇത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററാണ്. ഇത് പത്താൻകോട്ടിലെ വ്യോമതാവളത്തിൽ നിന്ന് പറന്നുയർന്ന ഹെലികോപ്റ്ററാണ്. പതിവ് പരിശീലന പറക്കൽ നടത്തുകയായിരുന്നു ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ. പ്രതിരോധ ഹെലികോപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു പറന്നുയർന്നതിന് ശേഷം അപകട സൂചന വന്നതിനെ തുടർന്ന് ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ അടിയന്തരമായി നിലത്തിറക്കുകയായിരുന്നു. പത്താൻകോട്ടിലെ വ്യോമതാവളത്തിന് മാറിയുള്ള ഒരു തുറസായ സ്ഥലത്ത് ഈ ഒരു ഹെലികോപ്റ്റർ അടിയന്തരമായി ഇറക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാശനഷ്ടങ്ങൾ ഈ ഒരു അടിയന്തര നിലത്തിറക്കലിന്റെ ഭാഗമായി ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ അപകട സൂചന കണ്ടതിനെ തുടർന്ന് മുൻകരുതലിന്റെ ഭാഗമായി ഈ ഹെലികോപ്റ്റർ താഴെ ഇറക്കി എന്നാണ് ഇപ്പോൾ വ്യോമസേന വ്യക്തമാക്കുന്നത്. മറ്റെന്തെങ്കിലും ഒരു അപകട സാഹചര്യങ്ങൾ ഇല്ല എന്ന് വ്യോമസേന സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പത്താൻകോട്ടിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഈ ഹെലികോപ്റ്ററിന് ചുറ്റുമൊക്കെ തന്നെ അവിടുത്തെ സാധാരണ ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നത് കാണാൻ കഴിയും. ഒരു തുറസായ സ്ഥലത്ത് ഈ ഹെലികോപ്റ്റർ മുൻകരുതലിന്റെ ഭാഗമായി ഇറക്കുകയായിരുന്നു. ഇതിനിടയിലാണ് എയർ ഇന്ത്യയുടെ ഒരു വിമാനം ഫൂക്കട്ടിൽ നിന്ന് ദില്ലിയിലേക്ക് പുറപ്പെട്ട വിമാനം നേരത്തെ ബോംബ് ഭീഷണിയെ തുടർന്ന് ഇറക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ശേഷം ഇപ്പോൾ രണ്ട് സംഭവങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഒന്ന്, എയർ ഇന്ത്യയുടെ അന്താരാഷ്ട്ര വിമാനം അടിയന്തരമായി തായ്ലാൻഡിൽ ഇറക്കിയ ഒരു സാഹചര്യമുണ്ടായി. ആ തായ്ലാൻഡിൽ ഇറക്കാനുള്ള സാഹചര്യം എന്നത് ബോംബ് ഭീഷണിയെ തുടർന്നായിരുന്നു. ഫൂക്കോട്ടിൽ നിന്ന് ദില്ലിയിലേക്ക് ഈ വിമാനം പറന്നുയർന്നതിന് ശേഷം ഈ വിമാനത്തിൽ ബോംബ് ഭീഷണി എന്ന ഒരു വിവരം ലഭിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഈ വിമാനം താഴെ ഇറക്കുകയും പെട്ടെന്ന് തന്നെ ഇവാക്യുവേഷൻ നടപടികൾ പൂർത്തിയാക്കുകയുമായിരുന്നു. ഏതായാലും പിന്നീട് നടത്തിയ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബോംബിൻ്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ മറ്റ് അപകട സാഹചര്യങ്ങളോ ഒന്നും തന്നെ കാണാനായിട്ടില്ല. ഈ വിമാനം വീണ്ടും പറക്കൽ തുടരും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും ആ എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി തായ്ലാൻഡിൽ ഇറക്കിയതിന് പിന്നാലെയാണ് പത്താൻകോട്ടിൽ മറ്റൊരു ഹെലികോപ്റ്റർ കൂടി, വ്യോമസേനയുടെ ഹെലികോപ്റ്റർ കൂടി അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ശരി, വ്യോമസേനയുടെ ഹെലികോപ്റ്ററാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. PR സുനിലാണ് വിവരങ്ങൾ നൽകിയത്.